ഇന്ത്യയിലെ ഏറ്റവും വലുതും ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അവരുടെ കസ്റ്റമേഴ്സിന് നിരവധി പേഴ്സണൽ ലോൺസ് നൽകാറുണ്ട്. അതിന്റെ എല്ലാം ഒരു വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഈ വീഡിയോയിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അവരുടെ ഏറ്റവും നല്ല കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന പ്രീ അപ്രൂവ്ഡ് പേഴ്സണൽ ലോൺസ് എങ്ങനെ അപേക്ഷിക്കാം, അതെങ്ങനെ ലൈവായിട്ട് അതിന്റെ പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ള മുഴുവൻ വിവരങ്ങളും നിങ്ങൾ ലൈവായിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ഇതുപോലെ അനേകം വീഡിയോസ് ഈ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഞാൻ. അതൊക്കെ നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല്, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനാബിൾ ചെയ്യാനും മറക്കല്ല്. എന്റെ പേര് ക്ലിൻസ് രാജ്മണിവേളയിൽ. വെൽക്കം ടു മൈ ചാനൽ. ആദ്യമേ യോണോ എസ് ബി എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താണ് നമ്മൾ ഇതിന് ഈ ഓഫർ ഉണ്ടോ എന്ന് അറിയാൻ സാധിക്കുന്നത്. യോണോ എസ് ബി എന്ന ആപ്ലിക്കേഷൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കസ്റ്റമേഴ്സിനെല്ലാം ഉപയോഗിക്കാൻ സാധിക്കും. പ്ലേ സ്റ്റോറിലെല്ലാം അവൈലബിൾ ആണ്. യോണോ എസ് ബി ഐ ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. അത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നമ്മുടെ ലോഗിൻ ചെയ്തിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലോൺ ഓഫർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇപ്പോൾ ഇവിടെ കാണുന്ന പോലെ കൺഗ്രാറ്റുലേഷൻസ് യുവർ പ്രീ അപ്രൂവ്ഡ് പേഴ്സണൽ ലോൺ എമൗണ്ട് ഇത്ര രൂപ, ഗെറ്റ് ഇൻസ്റ്റന്റ് ക്രെഡിറ്റ് വിത്തൗട്ട് ബ്രാഞ്ച് വിസിറ്റ് ഓർ ഡോക്യുമെന്റേഷൻ എന്ന് കാണും. അതായത് നമുക്ക് ബാങ്ക് വിസിറ്റോ ഡോക്യുമെന്റേഷൻ ഒന്നും ഇല്ലാതെ നമുക്ക് ഓൺലൈൻ മുഖേന തന്നെ നമുക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് കാണാൻ ടാബ് ഹിയർ ടു അപ്രൂവ് എന്നുള്ളിടത്ത് നമുക്ക് ക്ലിക്ക് ചെയ്യണം. അവിടെ അപ്രൂവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു പേജിലേക്കാണ് പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് അതിന്റെ ഫീച്ചേഴ്സ് കാണാം, എലിജിബിലിറ്റി, ഹൗ ടു അവൈലബിൾ എന്ന് കാണാം. ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ ഇൻസ്റ്റന്റ് ലോൺ ഡിസ്ബേഴ്സ്മെന്റ് ജസ്റ്റ് 5 ക്ലിക്സ്, ലോ പ്രോസസിംഗ് ഫീസ്, നോ ഫിസിക്കൽ ഡോക്യുമെന്റേഷൻ, ക്രെഡിറ്റ് സ്കോർ, ബാങ്ക് റിലേഷൻഷിപ്പ് ബേസ്ഡ് ഇൻട്രസ്റ്റ് റേറ്റ്, 24/7 അവൈലബിലിറ്റി. ഇതാണ് ഇവിടെ പറയുന്നത്. ഞാൻ പറഞ്ഞു യോണോ എസ് ബി എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. 5 ക്ലിക്കിനുള്ളിൽ നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് ക്രെഡിറ്റ് ആവും. അതുപോലെ പ്രോസസിംഗ് ഫീസ് വളരെ കുറവാണ്. അതുപോലെ ഫിസിക്കൽ ഡോക്യുമെന്റ്സ് ഒന്നും സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ബാങ്ക് ശാഖ നമുക്ക് സന്ദർശിക്കേണ്ട ആവശ്യമില്ല. ഇതിന്റെ എലിജിബിലിറ്റി എന്ന് വെച്ചാൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, സാലറി അക്കൗണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഉള്ളവർക്കാണ് ഈ വായ്പ ലഭ്യമാകുകയുള്ളൂ. അതുപോലെ പെൻഷൻ അക്കൗണ്ട് ഉള്ളവർക്ക് ഈ വായ്പ ലഭ്യമാകും. അതുപോലെ ഹൗ ടു അവൈൽ എന്ന് കാണാം. സെലക്ട് എമൗണ്ട്, ടെനർ ആൻഡ് EMI പേയ്മെന്റ് ഡേറ്റ്, അക്സെപ്റ്റ് ടേം ആൻഡ് കണ്ടീഷൻസ്, OTP amount credited to your CSP or pension account. അതായത് നമുക്ക് 3 പ്രൊസീജിയേഴ്സ് ഇതിനുള്ളൂ. ആദ്യമേ നമ്മളുടെ എമൗണ്ട് സെലക്ട് ചെയ്യണം, പിന്നെ ടെനർ, അതുപോലെ EMI പേയ്മെന്റ് ഡേറ്റ് സെലക്ട് ചെയ്യണം. അതിന് ശേഷം നമ്മൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്യണം. പിന്നെ ഒരു OTP വരും. ഓക്കെ, അപ്ലൈ നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാണ്. അപ്ലൈ നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു പേജിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നമ്മൾ PAPL എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിന് താഴെ പേഴ്സണൽ ഡീറ്റെയിൽസ്, പ്ലീസ് എൻ്റർ യുവർ പാൻ ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത്. നമ്മളുടെ പാൻ കാർഡ് നമ്പർ ഇവിടെ എൻ്റർ ചെയ്യണം. അതിനുശേഷം നമ്മുടെ ആധാർ കാർഡിൽ എന്ത് ഡേറ്റ് ഓഫ് ബർത്ത് ആണോ അത് നമ്മൾ ഇവിടെ എൻ്റർ ചെയ്യണം. പലർക്കും പല ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കും. ചിലപ്പോൾ SSLCയിലും അതുപോലെ തന്നെ പാൻ കാർഡിലും ആധാർ കാർഡിലും എല്ലാം വ്യത്യാസമായിരിക്കും ചിലവർക്ക്. അപ്പം നിങ്ങളുടെ ആധാർ കാർഡിൽ എന്താണോ ആ ഡേറ്റ് ഇവിടെ നിങ്ങൾ എൻ്റർ ചെയ്യണം. അതിനുശേഷം യു ഹാവ് പ്രൊവൈഡ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ, വുഡ് യു ലൈക്ക് ടു പ്രൊസീഡ് എന്ന് കാണാം. അവിടെ നിങ്ങൾ എസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ എസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്ന ശേഷം ഇതൊരു ഡെമോ വീഡിയോ ആണ്. എസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം നമ്മുടെ ലോൺ ഓഫർ കാണിക്കും, എത്ര ലോൺ എമൗണ്ട് ആണ്, അതുപോലെ തിരിച്ചടവ് കാലാവധി, അതുപോലെ പലിശ നിരക്ക്, EMI, പ്രോസസിംഗ് ഫീസ് തുടങ്ങിയ ചാർജുകളെല്ലാം നിങ്ങൾക്ക് അവിടെ കാണുവാൻ സാധിക്കും. നമുക്ക് എലിജിബിൾ ആയിട്ടുള്ള ലോൺ എമൗണ്ടിനുള്ളിലുള്ള ഒരു തുക നമുക്ക് എടുക്കാൻ സാധിക്കും. പലർക്കും പല ലോൺ എമൗണ്ട് ആയിരിക്കും അവർ നൽകുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാം ഈ ഇത്ര എമൗണ്ടിനുള്ളിലുള്ള ഒരു തുകയെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് 50,000 രൂപയാണ് അനുവദിക്കുന്നത്, അതിനുള്ളിലുള്ള ഒരു തുകയെ നമുക്ക് എടുക്കാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ ടെനർ സെലക്ട് ചെയ്യാം. 6 മാസം മുതൽ 36 മാസം വരെയാണ് നമുക്ക് തിരിച്ചടവ് കാലാവധി ലഭിക്കുന്നത്. അതുപോലെ ഇൻട്രസ്റ്റ് റേറ്റ് ഇവിടെ 13.55%. പലർക്കും പല ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും എന്ന് മനസ്സിലാക്കണം. അതുപോലെ മാസം EMI, പ്രോസസിംഗ് ഫീസ് എല്ലാം ഇവിടെ കാണാം. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് പേജിലേക്കാണ് പോകേണ്ടത്. ഇവിടെ കാണാം യുവർ മണി വിൽ ബി ഡിപ്പോസിറ്റഡ് എന്ന് കാണാം. അതായത് നമ്മളുടെ ഏത് അക്കൗണ്ടിലോട്ടാണ് ക്യാഷ് ക്രെഡിറ്റ് ആണെന്നുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണുന്നത്. അതുപോലെ EMI എന്ന് സ്റ്റാർട്ട് ആവുന്നുള്ള ഡേറ്റ് ആണ് ഇവിടെ കാണുന്നത്. ഓൾറെഡി നമ്മളുടെ ഈ യോണോ SBI ഉപയോഗിക്കുന്ന അക്കൗണ്ടിലോട്ടായിരിക്കും ക്യാഷ് ക്രെഡിറ്റ് ആകുന്നത്. ഓക്കെ, നമുക്കൊരു ഓൾറെഡി SBI സാലറി അക്കൗണ്ട് ഉള്ള ആ അക്കൗണ്ടിൽ തന്നെ ഇത് ക്രെഡിറ്റ് ആകത്തുള്ളൂ. ഓക്കെ, അതിനുശേഷം നമുക്ക് കണ്ടിന്യൂ കൊടുക്കാം. കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അവർ പറയും. അതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കുക. അതിനുശേഷം നിങ്ങൾ അവിടെ ടിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഐ ഹാവ് റീഡ് എന്നുള്ളത് ടിക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മുടെ ലോണിന്റെ ഒരു പ്രീവ്യൂ ആണ് ഇവിടെ കാണിക്കുന്നത്. ലോൺ എമൗണ്ട് എത്രയാണ്, തിരിച്ചടവ് കാലാവധി, EMI, പ്രോസസിംഗ് ഫീസ്, യുവർ അക്കൗണ്ട് നമ്പർ, അതുപോലെ EMI എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള വിവരങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതെല്ലാം മുമ്പ് നിങ്ങൾ സെലക്ട് ചെയ്ത ആ ഡീറ്റെയിൽ ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അതിനുശേഷം നമുക്ക് കണ്ടിന്യൂ കൊടുക്കാം. കണ്ടിന്യൂ കൊടുക്കാൻ നമ്മളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP നമ്മൾ ഇവിടെ എൻ്റർ ചെയ്യണം. നമ്മൾ ബാങ്കിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്കാണ് OTP വരുന്നത്. അതിനുശേഷം നമ്മൾ സബ്മിറ്റ് ചെയ്യുക. അതൊരു എഗ്രിമെന്റ് ആണ്. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് കാണാം കൺഗ്രാറ്റുലേഷൻസ് യുവർ റിക്വസ്റ്റ് ഫോർ പ്രീ അപ്രൂവ്ഡ് ലോൺ ഹാസ് ബീൻ റിസീവ്ഡ് എന്ന് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ റിക്വസ്റ്റ് ഓൾറെഡി അത് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അവർ ഇനി തുടർന്ന് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ക്രെഡിറ്റ് ചെയ്യാനുള്ള നടപടി ഉടൻ തന്നെ സ്വീകരിക്കുമെന്നാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് SBIയിൽ സാലറി അക്കൗണ്ട് ഉള്ളവർക്കും അതുപോലെ തന്നെ നല്ലൊരു സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ മാത്രമേ വായ്പയ്ക്ക് കിട്ടത്തുള്ളൂ. SBIയുടെ പ്രീ അപ്രൂവ്ഡ് പേഴ്സണൽ ലോൺസ് എങ്ങനെ ലഭിക്കും, എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള തുടങ്ങിയ വിവരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എങ്കിൽ പിന്നെ പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.